നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പെൺകുഞ്ഞാണെന്നുള്ള സൂചനയും നൽകി. അതല്ലേ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾ എല്ലാവരിലും കൂടെ സമ്മർദ്ദം ചെലുത്തിയത്? അയ്യോ ചിരു, നീ ഇത് എന്തൊക്കെയായി പറയുന്നത്? സത്യമായും നിന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് തോന്നിയോണ്ട് മാത്രം കുഞ്ഞിനെ വേണ്ട, നിന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് ഡോക്ടർ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനൊന്നും എതിർത്തില്ലല്ലോ. എതിർത്തോ അനു? എതിർത്തോ? എതിർത്തില്ലെങ്കിലും വിനയന്റെ മുഖത്ത് നല്ല നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ജോത്സ്യൻ ആൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞപ്പോ വിനയൻ ആകെ മാറി ഭയങ്കര ഹാപ്പിയായി. സത്യമല്ലേ? അത് പിന്നെ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടാൻ പോകുന്നു എന്നറിയുമ്പോ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാവില്ല അനു. എനിക്കൊന്നും മനസ്സിൽ അടക്കി വെക്കാൻ അറിയില്ല. ഉള്ളിലുള്ളത് മുഖത്ത് കാണും. പക്ഷെ ഇപ്പൊ എനിക്ക് ദൈവം തരുന്നതെന്തും രണ്ട് കൈ നീട്ടി വാങ്ങാനുള്ള മനസ്സുണ്ട് ചിരു. അതുകൊണ്ട് എന്നെ നീ വേറൊരു തരത്തിലും സംശയിക്കല്ലേ പ്ലീസ്. ചേരുവും ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞല്ല വിനയ. അവളും മനസ്സിലുള്ളത് തുറന്നടിക്കുന്ന സ്വഭാവക്കാരിയാന്ന് നിനക്കറിയാലോ. എന്തായാലും ചീരുവിന് കുറച്ച് ദിവസത്തേക്ക് ബെഡ് റെസ്റ്റ് തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ വിനയന് കൂടുതൽ ശ്രദ്ധ വേണം. അതുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയില്ല ഞങ്ങൾ വീണ്ടും ചീരുവിനെ അങ്ങോട്ട് അയക്കുന്നത്. എനിക്കറിയാനു, ഇനി ഡെലിവറിക്കല്ലാതെ ചീരു ഹോസ്പിറ്റലിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അത് ഞാൻ നോക്കിക്കോളാം. അത് മതി. എന്നാ പിന്നെ ഞാനേ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അതൊക്കെ അച്ഛൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് വിനയ. നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ. ചിരുവിനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. അല്ല അതെങ്ങനെ? പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് തന്നെ വരും. ധൈര്യമായിട്ട് പോയിക്കോ. ശരി, എന്നാ പിന്നെ ഞാനങ്ങ് പോയിക്കോട്ടെ. വേറെ എന്തെങ്കിലും? ശരി. നീ പറഞ്ഞതുപോലെ വിനയനെ പിടികിട്ടാൻ കുറച്ച് പാടാ. എനിക്ക് ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ എനിക്കൂടെ ജീവിച്ചു പോ. ആ ഒരു പ്രതീക്ഷയിലേച്ച് ഞാനിപ്പോ വേറെ വഴിയില്ലല്ലോ.